വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്ന് എങ്ങനെ നിങ്ങളുടെ ഉത്കണ്ഠ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെ ഉയർത്താം. കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഉത്കണ്ഠ മാറ്റാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് പോകാം. കാരണം ഇത് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ കുറച്ചധികം കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഇടക്കാലത്ത് വെച്ചിട്ട് പഠനം അവർ ഉപേക്ഷിക്കുന്നു, അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പല കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഒരു കുട്ടി നമുക്ക് പഠനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പേരൻസിൻ്റെ കടമയും കൂടിയാണ്. ഇത് നമ്മളുടെ സമൂഹത്തിലിപ്പോൾ ഈ ഉത്കണ്ഠ എന്നത് വളരെ കൂടി വരികയാണ്. അത് കുട്ടികളിൽ മാത്രമല്ല, യുവാക്കളിലും പലരിലും അത് കണ്ടുവരുന്നുണ്ട്. ചെറിയ കാര്യത്തിന് പോലും അവർക്ക് വ്യാകുലതയാണ്. എന്താ സംഭവിക്കുന്നത്, എന്താണ് കാര്യം, നടക്കുമോ, ജയിക്കുമോ, ഇതൊക്കെയാണ് അവരുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. പല കാരണങ്ങളുണ്ട് നമുക്ക് ഈ ഉത്കണ്ഠ വരാനായിട്ട്. അതായത് ചിലർക്ക്, കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷ പേടി, അവർ വിജയിക്കുമോ എന്നുള്ള ആശങ്ക, പഠിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല, അയ്യോ എനിക്ക് കിട്ടുന്നില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെയാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത്. ഇങ്ങനെ കുട്ടികളുടെ മനസ്സ് ഉത്കണ്ഠയിലേക്ക് സാധാരണ പോകുന്ന നമുക്ക് വേഗം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വലിയ ആളുകളുണ്ടല്ലോ, നമ്മൾ യുവാക്കളൊക്കെ, അവർ ചെയ്യുന്ന ജോലി, അതിൽ ഉത്കണ്ഠ, അത് സക്സസ് ആവുന്നില്ല, അത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ്സാണ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ മറ്റുള്ളവരെ പോലെ എനിക്ക് സക്സസ്സിൽ എത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്തിട്ട് ഇവർക്ക് ഉത്കണ്ഠ വരാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈ ഉത്കണ്ഠ വളരെയധികം പ്രയാസം അവരെ കൂടെ ജീവിക്കുന്നവർക്കും ഉണ്ടാക്കാറുണ്ട്. കാരണം ഒരു വീട്ടിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഇങ്ങനെ ഉത്കണ്ഠ ആയിട്ട് വീട്ടിൽ പ്രശ്നങ്ങളാവുമ്പോൾ അത് വീട്ടിലെല്ലാവർക്കും അത് വിഷമം തന്നെയാണ്. അപ്പോൾ ഉത്കണ്ഠ മൂലം ചിലപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന വിജയങ്ങളൊക്കെ പരാജയങ്ങളായിട്ട് മാറും. അപ്പോൾ ആദ്യം നമ്മൾ ഉത്കണ്ഠ ഇല്ലാതാക്കാനാണ് നോക്കേണ്ടത്. ഇനി നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ സംസാരിക്കുക, ആന്തരിക സംസാരം എന്ന് പറയും. ആന്തരിക സംസാരം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് തോന്നുന്നു അതാണ് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ അത് നമ്മളുടെ പ്രവർത്തിയിൽ വരും. അത് ജോലിക്ക് പോകുന്ന ഒരാൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ പറയുകയാണ്, എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, എനിക്ക് ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അയാളുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അയാളത് സക്സസ്സിലേക്ക് പോകില്ല. പിന്നീട് അയാൾ ജോലിക്ക് പോകാതെയാവും. അങ്ങനത്തെ അവസ്ഥ വരെയും ഉത്കണ്ഠ കൊണ്ട് എത്തുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ എനിക്ക് പരീക്ഷയിൽ എനിക്ക് മാർക്ക് കുറയും, എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല, പരീക്ഷ എഴുതാൻ നേരത്തെ ഛർദി അല്ലെങ്കിൽ അസുഖങ്ങൾ, ഇങ്ങനെ ആയിട്ട് പരീക്ഷയിൽ വിജയിക്കുമോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്കത് എഴുതാൻ പറ്റില്ല. അങ്ങനെ പല രീതിയിലും ഇപ്പം ആളുകൾക്ക് ഇങ്ങനെ സ്ട്രെസ്സ് വരുന്നുണ്ട്, അതിൽ നിന്ന് ഉത്കണ്ഠയും വരുന്നുണ്ട്. അപ്പോൾ താരതമ്യ ചിന്തകളാണ് ചിലപ്പോൾ യുവാക്കൾക്കൊക്കെ ഈ ഉത്കണ്ഠയിലേക്ക് പോകുന്നത്. കാരണം മറ്റുള്ളവരെ പറ്റി അവർ താരതമ്യം ചെയ്യും. കുട്ടികൾ അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടീനെ, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുന്നത് ഞാൻ ഒഴിച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന അങ്ങനെ തോന്നും അങ്ങനെ അവർക്ക്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ബിസിനസ് ചെയ്യുന്ന ആൾ മറ്റുള്ളവരെ നോക്കിയിട്ട് എനിക്കതുപോലെ ആവാൻ കഴിയുന്നില്ല എന്ന് താരതമ്യ പഠനം നടത്തിയിട്ടും അവർക്ക് പ്രശ്നങ്ങളിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഈ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ജോലി ചെയ്യാൻ നമ്മൾ മാക്സിമം അത് നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് സംശയം, അതായത് എല്ലാ കാര്യത്തിലും വിഷമം കാണുമ്പോൾ, അതായത് ഞാൻ ഒരു പരാജയമാണെന്ന് അവർക്ക് തോന്നുകയാണ്. ഞാനൊരു വലിയ പരാജയം, ഞാനൊരു ബിഗ് സീറോ ആണ്, ആത്മവിശ്വാസക്കുറവുണ്ടാവും. അതേപോലെ തന്നെ പ്രവർത്തികളിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ അവർക്ക് തന്നെത്താനെ അവരെ തന്നെ സംശയിക്കണേ, അവരെ കഴിവിനെ, എഫിഷ്യൻസിനെ അവർ സംശയിക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരെ തന്നെ സംശയിക്കും. അതാണ് വേറെ കാര്യം. അപ്പോൾ ഈ ഉത്കണ്ഠയുള്ളപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതാണ് പ്രതിവിധി. അതായത് ഇപ്പോൾ നല്ല പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, നല്ല പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ റേഡിയോയിൽ അല്ലെങ്കിൽ ടി വിയിൽ പ്രോഗ്രാംസ് കാണാം, അല്ലെങ്കിൽ വായിക്കുക, വായനാശീലമുള്ളവരാണെങ്കിൽ നല്ല ബുക്കുകൾ വായിക്കുക. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആളുകളായിട്ടുള്ള ഫോണിൽ കൂടെ സംസാരിക്കുക. ഇതൊക്കെ ആ ഉത്കണ്ഠ കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഈ ഉത്കണ്ഠയുള്ളവർ എന്ത് ചെയ്യണം, അവർ ബുക്കിൽ എഴുതി വയ്ക്കുക. എപ്പോഴും പുറകിലല്ലല്ലോ, അയാൾക്ക് നല്ല നല്ല കാര്യങ്ങളുണ്ടാവും, നല്ല ചിന്തിക്കുക, നല്ല സന്തോഷം തരുന്ന കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ, അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വായിക്കുക. അതൊരു ബൂസ്റ്റ് ചെയ്യും. കാരണം എഫിഷ്യൻസി കൂട്ടാൻ അത് കൊണ്ട് കഴിയും. പിന്നെ എപ്പോഴും നല്ല 1-2 സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരായിട്ട് മീറ്റ് ചെയ്യാനും അവരായിട്ട് സംസാരിക്കാനും അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്മൂത്തായിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ
എല്ലാ ഫ്രണ്ട്ഷിപ്പും അല്ല, ഉറ്റ ചങ്ങാതി എന്ന് പറയില്ല നമ്മൾ, ട്രൂ ഫ്രണ്ട്, അങ്ങനത്തെ ആളുകളായിട്ട് സംസാരിക്കാം. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ അവർ അത് സാരില്ല, അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും, അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവാം, ശരിയായിരിക്കും, അവൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അവനും അത് കടന്നു പോകുന്നല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ തടസ്സങ്ങളെ അതിജീവിക്കുക. എത്ര തടസ്സം ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ ബിസിനസ്സായാലും പഠനമായാലും എന്ത് ഇതായാലും എന്ത് പ്രതിസന്ധി ആയാലും ഞാൻ ജീവിക്കുക എന്നുള്ളൊരു മനസ്സുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് എടുക്കുക, ഒരു മനസ്സിൽ അത് ഉറപ്പിക്കുക. എന്ത് പ്രശ്നമായാലും ഞാൻ അതിനെ നേരിടും എന്നുള്ള രീതിയിൽ ഒരു തടസ്സങ്ങളെ ഞാൻ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ആ ഒരു അതിജീവിക്കുന്നുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിൽ അത്. പിന്നെ ബോഡി ലാംഗ്വേജ്, അതായത് ഈ എപ്പോഴും നല്ല രീതിയിൽ തല ഉയർത്തിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ, എനിക്കത് ചെയ്യണമല്ലോ, അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു ആത്മവിശ്വാസം ഉയർത്തുന്ന രീതിയിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജും കൂടെ. അല്ലാതെ അയ്യോ ഉത്കണ്ഠയാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി കിടന്ന് ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് വീട്ടിലൊരുത്തിലിരുന്ന് ആരോടും മിണ്ടാണ്ട് ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഉത്കണ്ഠ എപ്പോഴും സ്വയം മാറ്റിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൊണ്ട് നമ്മൾ സ്വയം ചെയ്യേണ്ടതുണ്ട്. അതാണ്. ഇനി ലക്ഷ്യങ്ങൾ, നമുക്കിപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, കുട്ടികളാണെങ്കിൽ ലക്ഷ്യം ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ തന്നെ അത് ഷോർട്ട് ചെറിയ പോർഷനായിട്ട് അതിനെ വിഭജിച്ചിട്ട് അത് പഠിക്കാനും ശ്രമിക്കുക. ഇനി മറ്റുള്ള ആളുകളാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലി അത് കുറച്ച് കൂട്ടി കൊണ്ടുവന്നിട്ട് അത് മുഴുവനായിട്ട് ചെയ്യും. ഇനി ബിസിനസ്സുകാരാണെങ്കിൽ ആദ്യം ഒരു ഫെയിലിയർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൽ എപ്പോഴും ഫെയിലിയർ അല്ല എനിക്കെന്നുള്ളത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നും കൂടി അതിനെ ഡെവലപ്പ് ചെയ്ത് ചെറിയ രീതിയിൽ അതിനെ പതിയെ അതിനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമം ആരംഭിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടാണ് ചിരിക്കാൻ പഠിക്കുക. ചിരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മനസ്സിന് എപ്പോഴും നമ്മൾക്ക് സന്തോഷവും ആ ഒരു കിട്ടുന്നതാണ്. ചിരിക്കുക എപ്പോഴും ആരോടും ചിരിക്കുന്നൊരു ഫേസ് നമുക്കുണ്ടെങ്കിൽ കുറേ ഉത്കണ്ഠ നമ്മളുടെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചിരിക്കുക. ആരായാലും ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കാനല്ല, എപ്പോഴും നമുക്ക് ജോക്കുള്ള കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഹ്യൂമറുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെയുള്ള ആളുകളായിട്ടുള്ള ബന്ധം നമുക്ക് അത് ഉത്കണ്ഠ ഇല്ലാതാക്കാൻ നമുക്ക് സാധ്യമാവും. പിന്നെ ഈ ചായ, കാപ്പി, ഡ്രിങ്ക്സിൽ ലിക്കർ ഉപയോഗിക്കുന്ന അതൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നിർത്തുക. അതൊക്കെ നിർത്തിയിട്ട് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് ഒരു ലൈറ്റായിട്ട് ചൂടുള്ള പാല് കുടിക്കുക. അത് നല്ലതാണ്, നല്ല ഉറക്കം കിട്ടും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ, അത് വളരെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, എല്ലാവരും ശീലിക്കേണ്ട ഒരു നല്ല കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളുടെ സമാധാനം കിട്ടും. അതേപോലെ തന്നെ യോഗ, നല്ല ഭക്ഷണ സാധനങ്ങളും കഴിക്കുക. യോഗയും നല്ലതാണ്, അതും നമ്മളുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യോഗ ശീലിക്കുക, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക. അതേപോലെ തന്നെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉത്കണ്ഠയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൂ. ഇപ്പോൾ ഉത്കണ്ഠ പോലും പല ആളുകളും പല രീതിയിലും അവരുടെ ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എല്ലാം ഇടക്കാലത്ത് വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പിന്നീടുള്ള ഫർദർ സ്റ്റഡീസിന് പോവാതെ വീട്ടിലിരിക്കുമ്പോൾ പേരൻസിനും ഭയങ്കര വിഷമമാണ്. അതേപോലെ തന്നെ ഓരോ വീട്ടിലും ഓരോ ആളുകൾ ഈ ഉത്കണ്ഠയിലും ആ വിഷാദഭാവത്തിലേക്ക് പിന്നെ പോകുമ്പോഴും ഒരു വീട് തന്നെയാണ് നശിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ കാരണം ഇനി എൻ്റെ അടുത്ത് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്ത ഒരു മോട്ടിവേഷൻ തന്നെയാണ് നിങ്ങൾക്കും വേണ്ടി ഞാൻ പറയുന്നത്. അപ്പോൾ അവർ അതിൽ നിന്ന് പിക്കപ്പായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉത്കണ്ഠ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ എന്തായാലും വിജയം സുനിശ്ചിതമാണ്. അല്ലാതെ പേടിച്ച് ഉത്കണ്ഠയായിട്ട് അടങ്ങി താഴേക്ക് പോകരുത്. എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ച് ഉയർന്നു വരിക. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ലൈക്കും ഷെയറൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. താങ്ക് യു.